ഡോക്ടർ മേരി ജോർജ് മാഡം, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. മുഖ്യമന്ത്രിയായി ആരോ വരട്ടെ, KCയോ അല്ലെങ്കിൽ ചെന്നിത്തലയോ VD സതീശനോ ആരെങ്കിലും ആകട്ടെ, എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിന് മുന്നേ ഒട്ടേറെ പ്രഖ്യാപനം UDF നടത്തിയിട്ടുണ്ട്. അത് നടപ്പാക്കൽ വലിയ വെല്ലുവിളിയായിരിക്കുമോ പുതിയ സർക്കാരിന്? കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് ബീഹാർ ഇലക്ഷന് മുമ്പ് 10,000 രൂപ വീതം ഓരോ വനിതകൾക്കും കൊടുക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച സമയത്ത് കോടതിയിൽ പെറ്റീഷനുമായി ചെന്ന അതിൻ്റെ പ്രതികരണമായിട്ടാണ് കോടതി പറഞ്ഞത്, ഫ്രീ ബീസ് ഒരിക്കലും നല്ലതല്ല. അത് ജനങ്ങളുടെ ഉൽപാദനക്ഷമത, അതായത് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആ കാര്യക്ഷമത കുറച്ച് കളയും. വെറുതെ ഇരുന്നാലും ജീവിക്കാമെന്നുള്ള ഒരവസ്ഥ ആണല്ലോ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നത്. എലക്ഷൻ ജയിക്കാൻ വേണ്ടിയാണെന്ന് ഓർക്കണം. പക്ഷേ കോടതിക്ക് അതിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നാണ് അന്ന് ജസ്റ്റിസ് ഗവായ് പറഞ്ഞത്. അതുപോലെയാണ് ഇപ്പോൾ UDFൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലാണെങ്കിലും കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ ചില വാഗ്ദാനങ്ങളൊക്കെ സത്യത്തിൽ വളരെ നല്ലതാണ്. ഉദാഹരണത്തിന് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി സംരംഭക മികവുമായി മുൻപോട്ട് വരുന്നവർക്ക് പലിശരഹിത വായ്പ കൊടുക്കുക, അത് തീർച്ചയായിട്ടും നല്ലതാണ്. അതേ സമയത്ത് സ്കൂൾ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇലക്ഷൻ വാഗ്ദാനം ഏതുമാകട്ടെ, പക്ഷേ അത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിന് പകരം അർഹത നോക്കി മാത്രം ഈ ഫ്രീ ബീസ് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഖജനാവ് എത്ര ശോഷിച്ചിരിക്കുകയാണെങ്കിലും ആ ഖജനാവിന് വലിയ ക്ഷതമുണ്ടാക്കാതെ ഈ ഫ്രീ ബീസ് കൊടുക്കാൻ സാധിക്കും. അത് തന്നെയുമല്ല, അതൊക്കെ കൊടുക്കുന്നതും ഭരണത്തിൽ വന്നാൽ ഉടനെ തന്നെ ഇതെല്ലാം ഇപ്പോൾ തന്നെ നടപ്പിലാക്കണം എന്ന വാശി നോക്കാതെ ഘട്ടം ഘട്ടമായി, അതായത് ധനപ്രതിസന്ധിയിൽ നിന്ന് സംസ്ഥാനം കരകയറുന്ന മുറയ്ക്ക് ഈ പറയപ്പെട്ട വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കണം. പക്ഷേ ഏറ്റവും ആദ്യം നടപ്പാക്കേണ്ടത് തന്നെ ഈ പറഞ്ഞ കണക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഈ 1000 രൂപയുടെ സൗജന്യം, അതുപോലെ തന്നെ KSRTC യാത്രയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യം, ഏത് തന്നെയാണെങ്കിലും ഏത് സൗജന്യം കൊടുക്കുമ്പോഴും ആർക്ക് കൊടുക്കുന്നു, അത് കൊടുക്കുന്നത് അർഹതപ്പെട്ട കരങ്ങളിലേക്കാണോ എത്തുന്നത്, അതോ അനർഹരുടെ കരങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? അതായത് അടിച്ചു പൊളിച്ച് കടക്കാൻ വേണ്ടിയല്ല സർക്കാർ ഖജനാവിൽ നിന്ന് 1000 രൂപ എടുത്ത് വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ നിത്യനിദാന ചെലവുകൾ നടത്താൻ വേണ്ടിയാകണം. എന്ന് വെച്ചാൽ അത് അർഹിക്കുന്ന ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർ, അത് ജാതി മത ഭേദമന്യേ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആർക്കും കൊടുക്കാം. പക്ഷേ കൊടുക്കുന്നവർ അർഹിക്കുന്നവർ തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഖജനാവിൽ നിന്നല്ല, വറ്റി വരണ്ട ഖജനാവിൽ നിന്ന് തൂത്തുവാരിയാണ് ഇതൊക്കെ എടുത്ത് കൊടുക്കേണ്ടത്. അത് മനസ്സിൽ ഓർത്തിട്ട് വേണം ഭരണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പറയപ്പെട്ട മോഹന സുന്ദര വാഗ്ദാനങ്ങൾക്കൊക്കെ അനുസരിച്ച് മുന്നേറ്റം നടത്തുന്നത്. വളരെ സൂക്ഷിച്ചു വേണം. ഖജനാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം. നാളെയും ഗവൺമെൻറ് വേണം, നാളെയും ഈ ഖജനാവിൽ നിന്ന് എടുക്കാൻ പറ്റണം എന്ന ധാരണയോട് കൂടി വേണം അങ്ങനെ കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഈ പറയപ്പെട്ട KSRTCയിലുള്ള യാത്ര. കാരണം ധാരാളം കുടുംബശ്രീക്കാരാകട്ടെ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരാകട്ടെ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ കാർഡ് അനുസരിച്ചാണ് സൗജന്യ യാത്രയോ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നു. ഇതൊക്കെ അർഹത നോക്കി മാത്രം കൊടുക്കണം. അതേ സമയത്ത് സംരംഭകത്വ മികവ് അതിന് കൊടുക്കുന്നത് അർഹത നോക്കിയല്ല, ക്വാളിറ്റി, കൊണ്ടുവരുന്ന സംരംഭം അതെങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം. അത് സമ്പന്നനാകാൻ കൊണ്ടുവരുന്നത്, ദരിദ്രനാകാൻ കൊണ്ടുവരുന്നത്, ആര് കൊണ്ടുവന്നാലും നല്ല സംരംഭമാണ്. അത് സംരംഭക മികവ് അസസ് ചെയ്യുവാനായിട്ട് ഒരു വിദഗ്ധ സമിതി വേണം. ആ വിദഗ്ധ സമിതിയുടെ കണ്ടുപിടുത്തം അനുസരിച്ച് നല്ലൊരു സംരംഭമാണ് തുടങ്ങാൻ പോകുന്നത്,
അതിനെ ചുറ്റിപ്പറ്റി വേറെയും സംരംഭങ്ങൾ വളർന്നു വരും. അങ്ങനെയാണ് നമ്മുടെ കുടുംബശ്രീ സംരംഭങ്ങൾ ഇത്ര വ്യാപ്തമായി വളർന്നത്. ആ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു മെഗാ പ്രോജക്റ്റ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ടെക്നോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഓഫ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ആണ് ഞാൻ സ്റ്റഡി ചെയ്തത്. അപ്പോൾ എനിക്കറിയാം എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഒരുപാട് എണ്ണം പ്രവർത്തിക്കുന്നത്. അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഉപ്പും കഞ്ഞിയും കഴിച്ചിരുന്ന ഞങ്ങളിപ്പോൾ 2-3 തരം കറികൾ കൂട്ടി ആഹാരം കഴിക്കുന്നു. കുട്ടികൾ നല്ല വേഷമിട്ട് യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്നു. അവർക്ക് ആവശ്യത്തിന് പുസ്തകങ്ങളോ എന്തൊക്കെ വേണമെങ്കിലും വാങ്ങിക്കുന്നു. അങ്ങനെ പതുക്കെ സുഭിക്ഷതയിലേക്ക് ചുവടെടുത്ത് വെക്കുകയാണ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. അത് തന്നെ നമുക്കൊരു പാഠമാകണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സംരംഭകത്വ മികവിന് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുമ്പോൾ എല്ലാ ക്യാമ്പസുകളെയും ശക്തിപ്പെടുത്തുക. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്ത് ക്യാമ്പസുകളിൽ കുട്ടികൾ തിയറി പഠിച്ചാൽ മാത്രം പോരാ. അത് എൻജിനീയറിംഗ് കോളേജ് ആകട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആകട്ടെ, അവിടെ അവർക്ക് സംരംഭകത്വ മികവും കൂടി വളർത്തിയെടുക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ആരും ഈ തറവാട് വിറ്റ് അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകില്ല. നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് അവർ ലോക വിപണി കീഴടക്കും. അത്ര ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. അവരുടെ ആ ബുദ്ധിശക്തിയെ വേണ്ട രീതിയിൽ പരിപോഷിപ്പിച്ചില്ല ഇതുവരെ എന്ന വലിയ തെറ്റാണ് എല്ലാ കാലങ്ങളിലും ഭരിച്ചിരുന്നവരും അതിനോട് ചേർന്ന് നിന്നിരുന്നവരും എല്ലാം ചെയ്തത്. അതിനൊരു മാറ്റം ഈ സംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ കൊടുത്തുകൊണ്ട് തന്നെ അതിനെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്താൽ വലിയ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കേരളത്തിൻ്റെ കലാശാലകളിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഓക്കെ, മാഡത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, പുതിയ മുഖ്യമന്ത്രിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടത്? പിണറായി എന്ന ഭരണാധികാരിയെ, പിണറായി എന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ധൂർത്തിൽ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഉൾപ്പെടെ. അപ്പോൾ പിണറായി എന്ന ഭരണാധികാരിയിൽ നിന്ന് എന്ത് പാഠമാണ് പുതിയ മുഖ്യമന്ത്രി പഠിക്കേണ്ടത്? മാഡത്തിൻ്റെ ഒരു ഉപദേശം എന്താണ് പുതിയ മുഖ്യമന്ത്രിക്ക്? അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ പിണറായി വിജയൻ്റെ ആദ്യ പ്രസംഗത്തിലെ വരികളാണ് ഓർക്കുന്നത്, കാര്യക്ഷമതയ്ക്ക് മാർക്കിടും എന്ന്. ആ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുന്ന ഒരാളാകണം കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി, UDF മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്താണ് ഈ കാര്യക്ഷമത എന്ന് പറയുന്നത്? അതെന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അഭിജിത്ത് ബാനർജി 2019 എഴുതിയ ഒരു ബുക്കുണ്ട്, വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതായത് ഇന്ത്യൻ ഇക്കോണമിയിൽ 2019 ഇലക്ഷൻ നടക്കാൻ സമയത്താണ് അഭിജിത്ത് ബാനർജി ആ പുസ്തകം എഴുതുന്നത്. ആരാണ് ഈ അഭിജിത്ത് ബാനർജി? 2019 സാമ്പത്തിക നൊബേൽ പ്രൈസ് വാങ്ങിയ 3 പേരിൽ ഒന്നാമനായ ഇന്ത്യക്കാരൻ, ബംഗാളിയാണ് അഭിജിത്ത് ബാനർജി. അപ്പോൾ അഭിജിത്ത് ബാനർജിയെ എനിക്ക് തോന്നുന്നു കോൺഗ്രസും BJPയും ഒക്കെ അപ്രോച്ച് ചെയ്തിരുന്നു, ഇന്ത്യയിൽ എങ്ങനെയാണ് ഭരണം കൊണ്ടുപോകേണ്ടത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുന്നത് 2019, അതായത് നോബൽ പ്രൈസൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിൽ എന്താണ് കാര്യക്ഷമത എന്ന് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമതയ്ക്കാണ് ശമ്പള പരിഷ്കരണവും ഇൻക്രിമെൻറ്റും ഒക്കെ അമേരിക്കയിൽ കൊടുക്കുക. അതല്ലാതെ 5 വർഷമാകുമ്പോൾ എന്താ പറയുക, മൊബൈലും കണ്ട് സ്മാർട്ട് ഫോണും ഒക്കെ എടുത്ത് കയ്യിലിട്ടുകൊണ്ട് ചുമ്മാ നോക്കിയിരുന്നവനും 5 വർഷമാകുമ്പോൾ ശമ്പള പരിഷ്കരണം കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. കാര്യക്ഷമതയ്ക്ക് ഇൻക്രിമെൻറ്റും മാർക്കും ഇടുക, ആ കാര്യക്ഷമതയ്ക്ക് അനുസരിച്ച് പ്രൊമോഷനും കൊടുക്കുക. അങ്ങനെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുക. ആ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നയാൾക്ക് കഴിയുകയാണെങ്കിൽ, ആദ്യം നെറ്റി ചുളിച്ചേക്കാം തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, കാരണം ശമ്പള പരിഷ്കരണം, പക്ഷേ അവർക്ക് പിൽക്കാലത്ത് മനസ്സിലാകും ഈ ശമ്പളം സുസ്ഥിരമാണ്, ഇതിന് ഒരിക്കലും ചതവ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാകും. അതുപോലെ കാര്യക്ഷമതയ്ക്ക് ഇൻക്രിമെൻറ്റും ശമ്പള വർധനവും കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും?
ഓരോരുത്തരും കാര്യക്ഷമമായിട്ട് അവനവൻ്റെ ഇത് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും വകുപ്പിൻ്റെ വളർച്ച, നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരുപാട് ഫയലുകൾ കത്തിച്ചത് ഒക്കെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്ന അഴിമതിയുടെയും അക്രമത്തിൻ്റെയും വകമാറ്റലിൻ്റെയും ഒക്കെ കഥകളും പേപ്പറുകളുമാണ് കത്തിച്ച് കളഞ്ഞത്. അങ്ങനെയുള്ള യാതൊന്നും സംഭവിക്കാതെ കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യണം. അതുപോലെ മുഖ്യമന്ത്രി കാണേണ്ട മറ്റൊരു കാര്യം, ഓരോ തലപ്പത്തിരിക്കുന്ന IAS-കാരനും അവനവൻ്റെ ഡ്യൂട്ടി നല്ലവണ്ണം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതല്ലാതെ രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ഞാങ്കണ പോലെ ആടുന്നവരായിരിക്കരുത് IAS ഉദ്യോഗസ്ഥർ. അവരവരുടെ ഭൗതിക ശക്തിയും കായിക ശക്തിയും ഒക്കെ അവർ ഇരിക്കുന്ന വകുപ്പിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വകുപ്പുകൾ വളർന്നു വരുമ്പോഴാണ് ജനക്ഷേമം ഉറപ്പുവരുത്താനാവുക. അങ്ങനെ ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഒരിക്കലും ജനം അതിനെ കൈയൊഴിയുകയില്ല എന്ന കാര്യം മുഖ്യമന്ത്രി പ്രത്യേകമായിട്ട് ഓർക്കണം. ഇപ്പോഴത്തെ ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ രീതി അറിഞ്ഞുകൊണ്ട് വളരെ ശക്തനായ ഒരു ധനമന്ത്രിയെ കണ്ടെത്തണം. ആ ധനമന്ത്രിക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കി അതിന് പ്രതിവിധികൾ കണ്ടെത്തി ഈ പറയപ്പെട്ട കിഫ്ബി പോലെയുള്ള സാധനങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കാൻ കഴിയണം. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരണം. ആ മുഖ്യമന്ത്രി സർവകലാവല്ലഭനായിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ സത്യത്തിൽ ഒരു സർവകലാവല്ലഭൻ്റെ രീതിയിൽ തന്നെ സമഗ്ര മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവനാകണം. അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ശക്തരായ ഒരു കൂട്ടം അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിസഭയായിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും നയിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയണം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായാൽ, നല്ലൊരു മന്ത്രിസഭയുണ്ടായാൽ, അവർ നയിക്കുന്ന ആ ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. ആ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. അതിന് പ്രാപ്തരായ കൂട്ടാളികളെ അദ്ദേഹം കണ്ടെത്തണം. ആ പ്രാപ്തി കൂട്ടാളികളിലും അതുപോലെ തന്നെ അവരോടൊപ്പം പ്രവർത്തിക്കേണ്ട സമസ്ത ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, അത്തരം ഒരു ഗവൺമെൻറ്റിനെയാണ് ഇവിടുത്തെ ജനം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.